ഓൾറെഡി 2 ബിരിയാണി പറഞ്ഞു, നമ്മളത് കഴിച്ചു. ഞങ്ങൾ 4 പേരാണ് കഴിക്കാൻ വന്നത്. ബിരിയാണിയുടെ ടേസ്റ്റ് പറഞ്ഞതാണ്ട് ഇവനും വന്നു അവനും വന്നു. അവസാനം ഞങ്ങൾ 2 ബിരിയാണി മൊത്തം 6 പേരായിട്ട് ഞങ്ങൾ തീർത്തു. സോ ഞങ്ങൾ എന്ത് ചെയ്തു, രണ്ടാമതൊരു ബിരിയാണി ഇവിടെ മേടിച്ചു. ആ ബിരിയാണി താണ്ടായി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിച്ചായിരുന്നു. സോ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷേ കഴിച്ചില്ലായിരുന്നു. നിങ്ങൾ ഡെഫിനറ്റ് മിസ് അതെന്താ. ഇത് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഒരിക്കലും ഒരു ദം ബിരിയാണി അല്ല. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ഔട്ട് ആക്കരുത്. കാരണം നല്ല ഫ്ലേവർ, റൈസിനൊക്കെ നല്ല മണമുണ്ട്. ഉണ്ടോ, റൈസൊക്കെ നല്ല കിറ്റിൽ റൈസ്. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസ് ഉണ്ടോ, അത്യാവശ്യം നല്ല ചിക്കൻ്റെ പീസും കാര്യങ്ങളും എല്ലാം ഇട്ട് ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മുടെ മസാല കുറച്ചങ്ങോട്ട് എടുത്ത് ഇന്നിട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് ചെറിയൊരു പീസ് ഇങ്ങനെ നോക്കുന്നുണ്ടോ, ജ്യൂസിനെസ് കണ്ടോ, തൊട്ടുമ്പോഴേ പൊളിഞ്ഞു വരുന്നത് പൊന്നെ കിട്ടില്ല. ഇത് നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മസാല ഇടിച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ല. അത് നമ്മുടെ കൊല്ലത്തൊക്കെ ഞങ്ങൾ കല്യാണ ബിരിയാണി എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക. സ്വർഗം. ഈ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലോട്ട് വരുമ്പം കൽപ്പറ്റയിൽ നിന്ന് സുൽത്താൻ ബത്തേരി പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലായിട്ട് നിങ്ങൾ ഈ റൂട്ട് പോകുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിലും ബിരിയാണി.